പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ജനം TV പുറത്തുവിടുന്ന ഈ വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തുമുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, വളരെ നിർണായകമായൊരു നടപടി. PS പ്രശാന്തിന്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായി ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇന്ന് ഈ അറസ്റ്റിനൊപ്പം പ്രശാന്തിനൊപ്പം ആരൊക്കെ അറസ്റ്റിലാകാനാണ് സാധ്യത? പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു നിർണായകമായിട്ടുള്ള നടപടി SIT സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊള്ളയടിച്ചതിലുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള 3 പ്രതികളുടെ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. അതിൽ പ്രധാനമായും ജൂൺ 29-ാം തീയതിയാണ് SIT സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ PS പ്രശാന്ത് ഉൾപ്പെടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു പേര് പ്രതിപട്ടികയിലേക്ക് നൽകുന്നത്. ആ പ്രതിപട്ടികയിൽ നൽകിയതിനു ശേഷവും പലതവണ SIT PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. അതിലൊക്കെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ, വലിയ രീതിയിലുള്ള കളവുകൾ നടന്നതായും ഒപ്പം തന്നെ കുറ്റം ചെയ്തതായും ഇപ്പോൾ SIT സംഘം സ്ഥിരീകരിക്കുകയാണ്. അതുമാത്രമല്ല, 2025-ൽ സ്വർണ്ണക്കവർച്ച നടക്കുന്ന സമയത്ത് ആ നടന്ന സ്വർണ്ണക്കവർച്ച മറച്ചു വെക്കാനായി രേഖകളിലടക്കം വ്യാജ രേഖകൾ ഉണ്ടാക്കി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ടൊക്കെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനുള്ള ബന്ധം അത് SIT കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഈ നാളെ നിർണായകമായിട്ടുള്ള കേസിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നതിന് മുൻപ് ചില നടപടികൾ SIT സംഘം വേഗത്തിലാക്കുന്നു, അന്വേഷണ സംഘം വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ ഒരു പക്ഷേ PS പ്രശാന്ത് അറസ്റ്റിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025-ൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പോയതും ഒപ്പം തന്നെ അവിടെ നിന്ന് കട്ടിളപ്പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ പ്രതിപട്ടികയിൽ PS പ്രശാന്തിന്റെ പേര് വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഗൂഢാലോചനയിൽ PS പ്രശാന്തും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ആ കുറ്റക്കാർക്കൊപ്പം PS പ്രശാന്ത് ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിലാണ് അറസ്റ്റ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള നടപടിയിലേക്ക് SIT സംഘം കടക്കുകയും ചെയ്യും. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായതാണ്. 3.0 പിണറായി സർക്കാർ വരുമെന്ന് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയ അതേ സർക്കാരിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയ വിഷയം കൂടിയാണ് സ്വർണ്ണക്കവർച്ച എന്നുള്ളത്. ആ സമയത്ത്, അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു വസ്തുത. ഒന്ന്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അടക്കമുള്ളവർ ഈ പ്രതിപട്ടികയിലേക്ക് വന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപട്ടികയിലേക്ക് വരില്ല എന്ന് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടിരുന്ന PS പ്രശാന്ത് കൂടി പട്ടികയിലേക്ക് വരികയും ചെയ്തത്. ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും SIT സംഘം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാന ഇപ്പോൾ പ്രശാന്ത് കൂടി, തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഈ നടപടികളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സ്വർണ്ണക്കൊള്ളയിൽ 2ാമത്തെ പ്രസിഡന്റും ഭരണസമിതിയുമാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയേണ്ടത്, പ്രശാന്തിനൊപ്പം ഇന്ന് അറസ്റ്റിലാകാൻ സാധ്യതയുള്ളത് മുൻ ഭരണസമിതിയിലെ അംഗങ്ങളാണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ പ്രശാന്ത്? രാജ്യത്തെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ, വൈകാതെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതായത് 2025-ലെ ഭരണസമിതിയെ PS പ്രശാന്തിൻ്റെ ഭരണസമിതിക്കും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, അന്ന് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം നടന്ന നടപടിക്രമങ്ങളിലെല്ലാം ക്രമക്കേടുണ്ട്. സ്വർണ്ണക്കവർച്ചയ്ക്ക് ഇതും വഴിവെച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് നേരത്തെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ മുൻ ഭരണസമിതിക്കും ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിനുണ്ടാകുന്നത്, പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയും ഭരണസമിതി അംഗങ്ങളെ അടക്കം ചോദ്യം ചെയ്യാനൊരു നടപടിയിലേക്ക്
ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം SIT തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വൈകാതെ തന്നെ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാൻ, അതിന്റെ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിന്റെ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് അതിന്റെ തുടക്കം കുറിക്കുന്നത് പ്രശാന്തിന്റെ കാലത്താണ്. PS പ്രശാന്തിൻ്റെ കാലത്താണ്. ശബരിമല നിന്നും ഈ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ പാളികൾ ഇളക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും ഇളക്കി ദ്വാരപാലക ശില്പങ്ങളുടെയും അടക്കമുള്ള പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ഘട്ടത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന ആ കൊള്ള അതിൻ്റെ മറ നീക്കി പുറത്തു വരികയും. പ്രശാന്ത്, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കാരണം ഇതിന്റെ സാങ്കേതികമായ വശങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു, പക്ഷേ അപ്പുറത്തേക്ക് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം നേരിടുന്ന വലിയ തിരിച്ചടിയുണ്ട്. CPM ശബരിമലയിൽ അവരോധിച്ച, അവർ രാഷ്ട്രീയ നിയമനം നടത്തിയ എല്ലാവരും ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. വാസുവിൻ്റെ കാര്യത്തിലായാലും പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും ഇപ്പോഴിതാ PS പ്രശാന്തിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയുടെ കാര്യത്തിലായാലും ശബരിമലയിൽ കുറേയധികം രാഷ്ട്രീയക്കാരെ കൊണ്ടിരുത്തി അവരെ കൊണ്ട് ആ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച എല്ലാ സംവിധാനങ്ങളും കട്ടുമുടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഈ പാർട്ടിയാണ്, ഈ സർക്കാരാണ്. അവർക്ക് നേരിടുന്ന വലിയ തിരിച്ചടിയല്ലേ രാഷ്ട്രീയമായി കൂടി ഇത് പ്രശാന്ത്? പ്രജിത്തെ, തീർച്ചയായും PS പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് കൂടി കടക്കുന്നതോടുകൂടി തന്നെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാകും. വലിയ രാഷ്ട്രീയ തിരിച്ചടി CPMന് നേരിടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തെ CPM ഭരണത്തിൽ ദേവസ്വം ബോർഡിൽ നടത്തിയ നിയമനങ്ങൾ, ആ രാഷ്ട്രീയ നിയമനങ്ങളെല്ലാം ഇത്തരത്തിൽ ക്രമക്കേടുകൾക്ക് വേണ്ടിയും സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുമാണ് എന്ന് തെളിയാനാണ് പോകുന്നത്. അതിൻ്റെ അതായത് ഈ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് കൂടി എത്തുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ ഇടപെടലുകളും സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെക്കുന്നതാണ് എന്ന് തെളിയുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. നമുക്കറിയാം, നേരത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെല്ലാം അറസ്റ്റിലായവരെല്ലാവരും CPMൻ്റെ ഉന്നത പദവി വഹിച്ചവരാണ്. CPM മുൻ MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത നേതാക്കളെല്ലാം CPM അനുഭാവികളും രാഷ്ട്രീയ നിയമനവുമായി എല്ലാം എത്തപ്പെട്ടവരാണ് ഈ അറസ്റ്റ് വരിച്ചത്. അതിലെ അവസാനത്തേക്കാണ് ഇപ്പോൾ PS പ്രശാന്ത് കൂടി എത്തുന്നത്. PS പ്രശാന്ത് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മറനീക്കി പുറത്തു വരും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തും എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാം, സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടത്തിയത്. ഒരു ഭക്തന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ, ഹൈന്ദവ സമൂഹത്തിന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ, ഭക്ത സമൂഹത്തിന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സ്വർണ്ണ കവർച്ചയാണ് ഇത്തരത്തിൽ ശബരിമലയിൽ നടത്തിയത്. ഓരോ ദിവസവും കഴിയുന്നതും പുതിയ വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ആ കഴിഞ്ഞ ഭരണത്തിൽ ക്രൈംബ്രാഞ്ചിനെ അടക്കം, പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം കരവലയത്തിൽ ഒതുക്കിക്കൊണ്ടാണ് ഈ കേസിനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചത്. നമുക്കറിയാം, അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിലടക്കം, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഈ സമയത്തെല്ലാം അന്വേഷണം നിർത്തിവെപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നതെല്ലാം രാഷ്ട്രീയ കേരളം കണ്ടതാണ്, ഭക്തസമൂഹം കണ്ടതാണ്. അത്തരത്തിൽ ഈ അന്വേഷണത്തെ മരവിപ്പിക്കാൻ, അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കത്തക്കവണ്ണമുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അന്വേഷണത്തെ അട്ടിമറിക്കാൻ വലിയ ശ്രമങ്ങൾ ഇടത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശാലിനി കൂടിയുണ്ട്. ശാലിനി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളും ഉയരുമ്പോഴും PS പ്രശാന്ത് എപ്പോഴും തൻ്റെ കൈ ശുദ്ധമാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയിട്ടുള്ള ശബരിമല സ്വർണ്ണക്കവർച്ച മറയ്ക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ, അതായത് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ശബരിമല ദേവസ്വം കമ്മീഷൻ അടക്കം അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരും ഇതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനും അപ്പുറത്തേക്ക് മറികടന്നുള്ള പല തീരുമാനങ്ങളും എടുത്തത് PS പ്രശാന്താണ്. കൃത്യമായി സ്വർണ്ണക്കവർച്ച നടന്നതായി അറിവുണ്ടായിരുന്നു. ആ സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാൻ ശ്രമം PS പ്രശാന്തിന്റെ ഭാഗത്തുണ്ടായി എന്നെല്ലാം നിരീക്ഷണങ്ങൾ നടത്തിയത് കോടതിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ PS പ്രശാന്തിന്റെ ഇതുവരെയുള്ള എല്ലാ വാദങ്ങളും പൊളിച്ചതുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതും അല്ലെങ്കിൽ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നതും. ശാലിനി, പ്രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്യാനുള്ള സമയം പോലും PS പ്രശാന്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആദ്യം ഒരു സ്വർണ്ണ കവർച്ച 2019 നടക്കുന്നു, കട്ടളപ്പാളി അവിടെ നിന്ന് പോകുന്നു, പിന്നീട് 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അവിടെ നിന്ന് മോഷണം പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്വർണ്ണ കവർച്ച മറച്ചു വെക്കാൻ വീണ്ടും ആ ഭരണസമിതിയിലെ അംഗമായിരുന്ന, അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ശ്രമിച്ചു എന്നുള്ളതാണ് കോടതിയുടെ മുൻപാകെ എത്തിയിരിക്കുന്നത്.
റിപ്പോർട്ട്, ഒപ്പം തന്നെ കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതിലാണ് കുരുക്ക് PS പ്രശാന്തിന് മുറുകിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങളായി ശബരിമലയിലേക്ക് എത്തിയ എല്ലാ CPM നേതാക്കന്മാരും ഒരാൾക്ക് പിന്നാലെ ഒരാൾ കോടതിയിലേക്ക് പോകുന്നു, പിന്നെ അവിടുന്ന് ജയിലിലേക്ക് പോകുന്നു. അങ്ങനെ പല രീതിയിലുള്ള തിരിച്ചടികൾ അവർക്കുണ്ടാവുകയാണ്. സമാനമായി തന്നെയാണ് PS പ്രശാന്തിന്റെ കാര്യത്തിലും. എന്തായാലും മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം SIT സംഘം തള്ളി എന്നുള്ളതാണ് PS പ്രശാന്തിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് SIT സംഘം കടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ജൂൺ 29-നാണ് കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രധാന പ്രതികളിൽ ഒരാളായി PS പ്രശാന്ത് മാറുന്നത്. ആ റിപ്പോർട്ട് കോടതിക്ക് എത്തി. കോടതി അത് അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ SIT സംഘം ഒരുങ്ങുകയും ചെയ്യുന്നത്. വീണ്ടും ചോദ്യം ചെയ്യുക, മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, ഇതൊക്കെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഓക്കെ ശാലിനി, എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പത്മകുമാറിനും N വാസുവിനും ഒക്കെ ശേഷം ഇപ്പോഴിതാ PS പ്രശാന്ത് കൂടി അഴിക്കുള്ളിലേക്ക് പോകുന്നു. SIT അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്.